നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസിന് ശ്രീ സ്വതം ഹിന്ദി ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. തന്നെ ഒരു ഫസ്റ്റ് ആർട്ടിക്കിൾ ഫ്രണ്ട് പേജിലെ ആർട്ടിക്കിൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന എസ്കലേഷൻ ഓഫ് ടെൻഷൻ ബിറ്റ്വീൻ ഇറാൻ ഇസ്രായേൽ മേ അഫക്ട് ഓയിൽ പ്രൈസസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വിത്ത് റെസ്പെക്ട് ആയിട്ടായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അപ്കമിംഗ് ആയിട്ട് പ്രിലിംസ് വരാൻ പോകുന്നത് തന്നെ ഈ ഒരു ടോപ്പിക്ക് തീർച്ചയായിട്ടും നമുക്ക് ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂ എസ്പെഷ്യലി വേൾഡ് ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റീസെന്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള DNA ക്ലാസ്സിൽ നമ്മൾ ഇസ്രായേലിന്റെ ഈ പറഞ്ഞ പോലെ മാപ്പ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത് ഇറാന്റെ ആ ഒരു മാപ്പാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഈ ഒരു വേൾഡ് മാപ്പിൽ ഈവൻ ദോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇസ്രായേലും അതേപോലെ ഇറാനും ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മാപ്പ് ബേസിക്കലി നമ്മുടെ മിഡിൽ ഈസ്റ്റിന്റെ ഒരു മാപ്പാണ് ബേസിക്കലി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെ നിങ്ങൾക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ബേസിക്കലി അതിർത്തി പങ്കിടുന്ന ഒരു കടൽ ഒരു സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീ ആണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഇറാൻ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു സീ ആണ് കാസ്പിയൻ സീ. കാസ്പിയൻ സീയും ബ്ലാക്ക് സീ ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് സീയും കാണാൻ സാധിക്കും. ബ്ലാക്ക് സീ, മെഡിറ്ററേനിയൻ സീ, ഈ സീകളുടെ ഒക്കെ തന്നെ അതുപോലെ റെഡ് സീ ഇവിടെ കാണാൻ സാധിക്കും. ഈ 4 സീകളുടെ എങ്കിലും നിങ്ങൾ ബോർഡറിംഗ് സ്റ്റേറ്റ്സ് ബോർഡറിംഗ് കൺട്രീസ് ഒന്ന് പഠിച്ചിട്ട് എക്സാമിന് പോകുന്നത് വളരെയധികം നന്നായിരിക്കും. എസ്പെഷ്യലി കാസ്പിയൻ സീ ഒക്കെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് UPSC ചോദിച്ചിട്ടുള്ളതാണ്. കാസ്പിയൻ സീയെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മാച്ച് ഫോളോയിങ് ആയിട്ടും അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് ഒക്കെ ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇറാൻ എന്ന് പറയുമ്പോഴേക്കും കാസ്പിയൻ സീ ആണ് ബോർഡർ ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുമ്പോഴേക്കും ഏതാണ് നമ്മുടെ മെഡിറ്ററേനിയൻ സീ ആണ് ബോർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ റെഡ് സീ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബ്ലാക്ക് സീയും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. സോ എനിവേ ആ ഒരു മാപ്പ് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി നമ്മുടെ ആ വാർത്തയിലേക്ക് വരാം. എസ്കലേഷൻ ഓഫ് ടെൻഷൻ ബിറ്റ്വീൻ ഇറാൻ ഇസ്രായേൽ മേ അഫക്ട് ഓയിൽ പ്രൈസ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വാർത്ത പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ എസ് ജയശങ്കർ ആണ് ഈ ഒരു വാർത്ത, ഈ ഒരു എക്സ്പ്രഷൻ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. മീൻസ് ഈ ഒരു വാറിലേക്ക് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു യുദ്ധം ബേസിക്കലി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഓയിൽ പ്രൈസസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഓയിൽ പ്രൈസിനെ ബാധിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ എക്കണോമിക്സ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. വെനെവർ സപ്ലൈയും ഡിമാൻഡും തമ്മിൽ ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും സാധനങ്ങളുടെ വിലയിൽ ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വന്നേക്കാം. ഏതർ കൂടാം അല്ലെങ്കിൽ കുറയാം. സാധനങ്ങളുടെ വില കൂടുന്നതിനെയാണ് നമ്മൾ പൊതുവിൽ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നു, കുറയുന്നതിനെയാണ് നമ്മൾ ഡീഫ്ലേഷൻ എന്നും വിളിക്കപ്പെടാറുള്ളത്. സോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, നമുക്ക് ഓയിലിന്റെ കാര്യത്തിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ലോകമെമ്പാടും ഉണ്ട് അല്ലെ. നമുക്ക് പല കാര്യങ്ങളിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിനകത്താണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനൊക്കെ ആണെങ്കിലും നമുക്ക് ഓയിലിന്റെ പ്രസൻസ് കൃത്യമായിട്ട് വേണം. സോ ആവശ്യത്തിന് കൃത്യമായിട്ടുള്ള ലോകത്തിന്റെ ഡിമാൻഡിനനുസരിച്ച് ഓയിൽ കിട്ടാതെ വരുമ്പോഴേക്കുമാണ് ഈ സാധനങ്ങളുടെ വിലയ്ക്ക് എന്ത് സംഭവിക്കുന്നത്, വില ഉയരുന്നതും. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ ഓയിൽ പ്രൈസസ് കുറയും എന്നൊക്കെ പലപ്പോഴും കേൾക്കുന്നത് ലോകത്ത് ഈ ഡിമാൻഡിനേക്കാൾ കൂടുതൽ ഈ സാധനം പ്രൊഡക്ഷൻ നടക്കുമ്പോഴേക്കും അല്ലെങ്കിൽ സപ്ലൈ നടക്കുമ്പോഴേക്കുമാണ് ഓയിലിന്റെ പ്രൈസസ് കുറയുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഈ രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു വാർ, ഒരു യുദ്ധ സമാനമായ ഒരു സാഹചര്യം മൂലം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഓയിലിന്റെ പ്രൊഡക്ഷൻ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള ഓയിലിന്റെ സപ്ലൈയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ സപ്ലൈ ബാധിച്ചേക്കാം അല്ലെങ്കിൽ പ്രൊഡക്ഷനെ ബാധിച്ചേക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ രംഗത്തുള്ള ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇറ്റ്സ് വൺ ഓഫ് ദ ഒപെക് രാജ്യമാണ്. ഒപെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ പ്രൊഡ്യൂസിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് കൺട്രീസിന്റെ ലിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഓർഗനൈസേഷനാണ് നമ്മൾ ഒപെക് OPEC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. അത്തരത്തിൽ ഒപെക്കിലെ ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനിൽ നിന്നും ഉള്ള ഓയിലിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വാർ മൂലം ഇറാനിൽ നിന്നും ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുന്ന ഓയിലിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് ഗ്ലോബൽ മാർക്കറ്റിൽ ഓയിൽ സപ്ലൈ ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ സപ്ലൈ ഷോർട്ടേജ് മൂലം പ്രൈസസ് എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇങ്ങനെ എസ്കലേറ്റ് ചെയ്യുമ്പോഴേക്കും പ്രധാനമായിട്ടും ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിയുന്ന രാജ്യങ്ങളായ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അത് നെഗറ്റീവ്ലി ബാധിച്ചേക്കാം. കാരണം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മേഖലയെ അത് അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മേഖലയിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കോസ്റ്റുകൾ വർദ്ധിക്കാനായിട്ട് അത് ഇടയാക്കും. ഇതെല്ലാം തന്നെ അൾട്ടിമേറ്റ്ലി ആരുടെ മുകളിൽ ഒരു ബർഡൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്, ജനങ്ങളുടെ മുകളിൽ. എസ്പെഷ്യലി പറഞ്ഞ ഇതെല്ലാം വരുമ്പോഴേക്കും ജനങ്ങൾക്ക് അതൊരു ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ആയിട്ട് ഒരു പക്ഷേ അഫക്റ്റഡ് ആകാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒപെക് രാജ്യങ്ങളുടെ ഒരു മാപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ യെല്ലോ കളറിൽ കാണുന്നതാണ് ഒപെക് രാജ്യങ്ങളായിട്ട് വിലയിരുത്തപ്പെടുന്നത്. സോ എന്തായാലും ഒപെക് മീൻസ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ്. ഓയിൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, പ്രൊഡക്ഷൻ എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന് ഒരു അനൗദ്യോഗികമായിട്ടും പറയപ്പെടാറുണ്ട്. സോ ഒപെക് രാജ്യങ്ങളിലെ ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ള കാര്യം ഓർക്കുക. ഇറ്റ്സ് എ പെർമനന്റ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്, ക്രിയേറ്റഡ് അറ്റ് ദ ബാഗ്ദാദ് കോൺഫറൻസ്. ആ പോയിന്റ് പ്രിലിംസിന് ഓർത്തിരിക്കണം. ഒപെക് എന്നുള്ളൊരു സംഘടന രൂപീകരിച്ചത് ഏത് കോൺഫറൻസിന്റെ പശ്ചാത്തലത്തിലാണ്? ബാഗ്ദാദ് കോൺഫറൻസ് ഇൻ 1960 ആൻഡ് ദാറ്റ് ടു ബൈ ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ ആൻഡ് വെനിസുല. സോ അപ്പം ഇറാൻ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു ഒപെക്കിൽ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഓയിലിന്റെ സപ്ലൈ ഇത് ബാധിച്ചേക്കൂ എന്നുള്ളൊരു പേടി എല്ലാ തരം രാജ്യങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ആൻഡ് എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് എയിംസ് ടു മാനേജ് ദ സപ്ലൈ ഓഫ് ഓയിൽ ആൻഡ് എഫോർട്ട് ടു സെറ്റ് ദ പ്രൈസ് ഓഫ് ഓയിൽ ഇൻ ദ വേൾഡ് മാർക്കറ്റ്. വേൾഡ് മാർക്കറ്റിലെ ഓയിലിന്റെ പ്രൈസ്
ഒരു സ്റ്റേബിൾ ആയിട്ട് നിർത്തുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഉദ്ദേശമായിട്ട് പറയപ്പെടാറുള്ളത്. എനിവേ ഇത് മൂലം ഉണ്ടാകാനുള്ള ഇമ്പാക്ട് ഗ്ലോബൽ എക്കണോമിയിൽ എന്ത് ഇമ്പാക്ട് ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബാധിച്ചേക്കും. കാരണം മിക്ക ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രികളിലും മെനി ഇൻഡസ്ട്രീസ് പല ഇൻഡസ്ട്രികളിലും ഈ പറഞ്ഞ പോലെ അവരുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഓയിലിന് തീർച്ചയായിട്ടും അവർക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിൽ കമ്പനികളിൽ ഈ ഓയിലിന്റെ പ്രൈസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ കമ്പനികളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കും. ഇനി വാഹനങ്ങളിലുള്ള ഡീസലും പെട്രോളും ഒക്കെ തന്നെ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടുമ്പോഴേക്കും ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിലേക്ക് അത് വർധനവ് കൊണ്ടുവന്നേക്കാം. ഈ 2 വർധനകളും തീർച്ചയായിട്ടും ജനങ്ങളുടെ മേൽ ഒരു ആഡഡ് ഇൻഫ്ലേഷൻ പോലെ അഫക്ട് ചെയ്യുകയും ജനങ്ങളുടെ ഈ പറഞ്ഞ കൺസ്യൂമർ ഇമ്പാക്റ്റിലേക്ക് സൃഷ്ടിച്ചേക്കാം. എങ്ങനെ കൺസ്യൂമർ ഇമ്പാക്റ്റിലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 10,000 രൂപ കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആളുടെ എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് ആളുടെ കയ്യിൽ ബാക്കിയുള്ള തുക ഉപയോഗിച്ചായിരിക്കും ആൾ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വില വർധനവ് വരുമ്പോഴേക്കും ഇൻഫ്ലേഷൻ വരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ പിന്നെ മിച്ചം ഒന്നും കണ്ടേക്കത്തില്ല സ്പെൻഡ് ചെയ്യാനായിട്ട്. 10,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10,000 രൂപയെ സാധനങ്ങൾ വാങ്ങാൻ തന്നെ ഇവിടെ ചെലവാക്കേണ്ടി വന്നേക്കാം. അങ്ങനെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കൺസ്യൂമർ സ്പെൻഡിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. റെഡ്യൂസ്ഡ് കൺസ്യൂമർ സ്പെൻഡിംഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എക്കണോമിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കുറയുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇന്റേൺ വരാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു റിസഷൻ പോലുള്ള സാഹചര്യം അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പോലുള്ള സിറ്റുവേഷൻസ് ഇവിടെ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് കോസ്റ്റുകൾ വർദ്ധിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കമ്പനികളൊക്കെ തന്നെ അവരുടെ ബിസിനസ് കോസ്റ്റുകൾ പ്രൊഡക്ഷൻ കോസ്റ്റുകളൊക്കെ വർദ്ധിക്കുമ്പോഴേക്കും അതിൽ നിന്നും അവർക്ക് മാറാനായിട്ട് മീൻസ് അവരുടെ പ്രോഫിറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റുകൾ അവർക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് തീർച്ചയായിട്ടും എന്തിലേക്ക് നയിച്ചേക്കാം? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കട്ട് ഡൗൺ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ള ജീവനക്കാരെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് ഗ്ലോബൽ എക്കണോമിയെ തന്നെ സാരമായിട്ട് ബാധിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് നമുക്ക് ആ ഒരു മാപ്പാണ്. ഇറാന്റെ ഒക്കെ തന്നെ ആ ഒരു മാപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇറാൻ ബോർഡർ ചെയ്യുന്ന കാസ്പിയൻ സീ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ ഇതെങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ എക്കണോമി ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥിതിയിൽ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. അടുത്ത ബേസിക്കലി ഒരു ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിൾ ആണ്. 6 dead as boat capsizes in Jhelum river following heavy rains എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നത് ജലം റിവറിനെ കുറിച്ചിട്ടാണ്. കാരണം ഇത് ജോഗ്രഫി റിലേറ്റഡ് ഇപ്പൊ നമ്മൾ തൊട്ടുമുമ്പ് കണ്ടെന്ന് പറഞ്ഞാൽ വേൾഡ് ജോഗ്രഫി റിലേറ്റഡ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. മിക്കപ്പോഴും നിങ്ങൾ പ്രിലിംസിന്റെ PYQs എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോഗ്രഫി എന്നുള്ള PYQs എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഹയർ ഇമ്പോർട്ടൻസ് ഉണ്ട് മാപ്പ് ബേസ്ഡ് സ്റ്റഡിക്കകത്ത്. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റിൽ മൗണ്ടൻസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൗണ്ടൻ പാസസിനെ പറ്റിയിട്ടും റിവേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടുന്ന ആ ജോഗ്രഫിക്കൽ മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പലപ്പോഴും ആൻസേഴ്സ് സ്മൂത്ത് ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതും ഉള്ള കാര്യമാണ്. സോ എന്തായാലും ഈ ഒരു ടോപ്പിക് ജലം റിവറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യമേ തന്നെ ജലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡസ് റിവർ സിസ്റ്റത്തിനകത്തെ ഒരു വൺ ഓഫ് ദ റിവർ ആണ് ജലം എന്ന് പറയുകയാണെങ്കിൽ. ഇൻഡസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ റിവർ ആയിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാൻ പറ്റും. കാരണം ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകി ലാസ്റ്റ് അറേബ്യൻ സീയിൽ ചെന്ന് പതിക്കുന്ന ഒരു നദിയാണ് ഇൻഡസ് എന്ന് പറയുമ്പോൾ. ആ ഇൻഡസ് റിവർ സിസ്റ്റത്തിനകത്തെ ഒരു നദിയാണ് ഏത് നമ്മളിന്ന് വാർത്തയിലുള്ള ജലം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജലം അതേപോലെ ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എല്ലാം കൂടെ ഇൻഡസ് റിവർ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ജലം എന്ന് പറയുമ്പോഴും ഇവിടത്തെ കൂടിയാണ് ഇന്ത്യയിൽ ഉത്ഭവിച്ചു പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു നദി കൂടിയാണ് ജലം എന്നുള്ളൊരു കാര്യം ഓർക്കുക. എനിവേ ജലം റിവർ ഇറ്റ്സ് എ റിവർ ദാറ്റ് റൺസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആൻഡ് ഇറ്റ്സ് എ ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് റിവർ ആൻഡ് ജലം. ഈ ജലത്തിന് പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അതൊക്കെ നമുക്ക് പലപ്പോഴും പ്രിലിംസിന് ആവശ്യം വരും. കാരണം ഇതിന്റെ ഏൻഷ്യൻ നെയിം ഒക്കെ ഉണ്ട്. ജലം എന്ന് പറയുമ്പോഴേക്കും കശ്മീരിലെ വ്യദ് എന്നാണ് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത് വ്യത്യസ്ത എന്നുള്ള രീതിയിലും അതേപോലെ ഗ്രീക്കില് ഹൈഡപ്പസ് എന്നറിയപ്പെടുന്നതും ഏത് നദി തന്നെയാണ്? ജലം റിവർ തന്നെയാണ്. ഇറ്റ്സ് എ വാലീസ് പ്രിൻസിപ്പൽ സ്ട്രീം തന്നെയാണ്. ഇറ്റ്സ് എ ലാർജസ്റ്റ് ആൻഡ് ദ വെസ്റ്റേൺ മോസ്റ്റ് ഓഫ് പഞ്ചാബ് 5 റിവേഴ്സ്. പഞ്ചാബിലെ 5 നദികളിലെ ഏറ്റവും ലാർജസ്റ്റും വെസ്റ്റേൺ മോസ്റ്റുമായിട്ടുള്ള നദിയാണ് ജലം റിവർ. ഫ്ലോയിങ് ത്രൂ ജലം ഡിസ്ട്രിക്ട് ഇൻ പാകിസ്ഥാൻസ് പഞ്ചാബ് പ്രോവിൻസിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഇനി കുറച്ചധികം ഫാക്ടുകളും കൂടെ അറിഞ്ഞിരിക്കണം. ആൻഡ് ദിസ് ജലം റിവർ ബിഗിൻസ് ഇൻ ദ വെരിനാഗ് സ്പ്രിംഗ് ഇൻ അനന്ത്നാഗ്. ഓക്കെ, അനന്ത്നാഗിലാണ് ഇത് ഉത്ഭവിക്കുന്നത്. അവിടുത്തെ വെരിനാഗ് സ്പ്രിംഗിലാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അറ്റ് ദ ഫുട് ഹിൽസ് ഓഫ് പീർ പഞ്ചൽ റേഞ്ച് ഇൻ കശ്മീർ വാലി. കശ്മീരിലാണ് ഇത് ഉത്ഭവിക്കുന്നത്. അവിടുത്തെ വെരിനാഗ് സ്പ്രിംഗ് ഇൻ അനന്ത്നാഗിലാണ് അത് ഉത്ഭവിക്കുന്ന കാര്യം ഓർക്കാം. ആൻഡ് ഇറ്റ് ദെൻ പാസസ് ത്രൂ ശ്രീനഗർ. അതിനുശേഷം ശ്രീനഗറിലൂടെ ഒഴുകി വൂളാർ ലേക്കും ലൂടെ ഒഴുകിയിട്ടാണ് ബിഫോർ എൻറ്ററിംഗ് ഇൻ ടു പാകിസ്ഥാനിലേക്ക് പോകുന്ന കാര്യം ഓർക്കാം. ആൻഡ് ഇറ്റ്സ് വേ ടു പാകിസ്ഥാൻ ദ റിവർ കാവ്സ് എ സ്റ്റീപ് ടൈഡ് വാലി ആൻഡ് ഇറ്റ് മെർജസ് വിത്ത് ചെനാബ് റിവർ അറ്റ് ട്രിമു ഇൻ പാകിസ്ഥാൻ. ചെനാബ് റിവറുമായിട്ട് ചേരുന്ന ഈ ട്രിമുവിൽ വെച്ചിട്ട് ചേരുന്ന ഒരു നദി കൂടിയാണ് ജലം റിവർ. അപ്രോക്സിമേറ്റ്ലി 725 കിലോമീറ്റേഴ്സ് ലെങ്ത് ആണ് ബേസിക്കലി ഈ നദിക്ക് ഉള്ളത് എന്നുള്ള ഒരു പോയിന്റും കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ ആംഗിൾ നമുക്ക് പഠിക്കാനായിട്ടുള്ള. അപ്പൊ ഇതുപോലുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾ പഠിക്കേണ്ടതും ഈ രീതിയിൽ തന്നെ നോക്കുക. നമുക്ക് എക്സാമിന്റെ പോയിന്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കവറപ്പ് ചെയ്ത് പെട്ടെന്ന് ആർട്ടിക്കിൾസ് വായിച്ചു പോവുക. ഓക്കെ, ഇനി അടുത്തൊരു ആർട്ടിക്കിൾ ആണ് എഡിറ്റോറിയൽ പേജിൽ ഉള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു.
ബേസിക്കലി വൈ ഹാസ് ഇന്ത്യ അലൗഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ഇറ്റ്സ് ഗ്രീൻ ബോൺസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. ഇന്നത്തെ ശരിക്കും പറഞ്ഞ എഡിറ്റോറിയൽ പേജിൽ നമുക്ക് എക്സാമിന് കൃത്യമായിട്ട് നല്ല രീതിയിൽ ആവശ്യം വരുന്ന ഒരു ആർട്ടിക്കിൾ ഇത് തന്നെയാണ്. കാരണം ഈ ഗ്രീൻ ബോൺസ് എന്നുള്ള കാര്യം എസ്പെഷ്യലി ഒരു കറണ്ട് അഫയേഴ്സും കൂടി ആയതുകൊണ്ട് തന്നെ ഈ വർഷം വരാൻ പോകുന്ന പ്രിലിംസിന് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പൊ അവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയുടെ സോവറിൻ ഗ്രീൻ ബോൺസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കിയത് എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു ടോപ്പിക്കിനെ ഡീകോഡ് ചെയ്യുമ്പോഴേക്കും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഗ്രീൻ ബോൺസ് എന്നുള്ളൊരു കാര്യം പഠിക്കുക. അതിനുശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആരാന്നുള്ള കാര്യവും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തുകൊണ്ടിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് ഗ്രീൻ ബോൺസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യ അനുവദിച്ചു എന്നുള്ള കാര്യം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഗ്രീൻ ബോൺസ് അഥവാ സോവറിൻ ഗ്രീൻ ബോൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സോ ഇതിന്റെ വാർത്ത കണ്ടക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 5-ാം തീയതി ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അലൗഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ കൺട്രീസ് സോവറിൻ ഗ്രീൻ ബോൺസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ബോണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബേസിക്കലി പഠിക്കുന്നതാണ് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ കടം മേടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ട്. ജനറലി ഒരു ലോങ് ടേം ഇൻസ്ട്രുമെന്റ് ആണ്. 5 മുതൽ 10 വർഷം അല്ലെ അതിൽ കൂടുതൽ 50 വർഷം വരെയൊക്കെ കടം എടുക്കാനായിട്ട് പലപ്പോഴും ബോണ്ടുകൾ ഉപയോഗിക്കാറുണ്ട്. എസ്പെഷ്യലി ഗവൺമെന്റുകൾ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞ് ഗവൺമെന്റ് മാത്രമല്ല ബോണ്ടുകൾ ഉപയോഗിക്കുന്നത്, ബോണ്ടുകൾ കടം മേടിക്കാനായിട്ട് ഗവൺമെന്റിനും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നാൽ മോസ്റ്റ് കോമൺലി നമ്മൾ വാർത്തയിൽ കേൾക്കുന്നത് ഗവൺമെന്റ് ആണ് ഈ ബോണ്ടുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ എന്തായാലും എവിടെയെങ്കിലും നിങ്ങൾ ഈ സോവറിൻ എന്നുള്ളൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ് ടു ഗവൺമെന്റ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഗവൺമെന്റ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകളെയാണ് നമ്മൾ ഈ സോവറിൻ ഇൻസ്ട്രുമെന്റ്, സോവറിൻ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ പൊതുവിൽ പറയാറുള്ളത്. അത്തരത്തിൽ ഒരെണ്ണമാണ്, അല്ലെങ്കിൽ ഗിൽറ്റ് എഡ്ജഡ് ഇൻസ്ട്രുമെന്റ്സ് എന്നും പലപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ വർഷം UPSC ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഗിൽറ്റ് എഡ്ജഡ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. സോ ഇവിടെ സോവറിൻ ആയിട്ടുള്ള ഗ്രീൻ ബോണ്ടുകൾ, അപ്പം ബോണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്, പക്ഷേ എന്തരം ബോണ്ടാണ്? ഗ്രീൻ ബോണ്ടാണ്. സോ ഗ്രീൻ എന്ന് പറയുമ്പോഴേക്കും പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ടോപ്പിക്കാണ് എക്കോ ഫ്രണ്ട്ലി എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പൊ ഇവിടെയും എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോണ്ടുകളാണ് ഈ ഗ്രീൻ ബോൺസ്. അവിടെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് സോവറിൻ ഗ്രീൻ ബോൺസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് ഇത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചിട്ടും പഠിക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ബേസിക് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ സാധിക്കും. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും അതേപോലെ ഫോറിൻ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും അഥവാ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്നും അറിയപ്പെടാറുണ്ട്. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ ഇവിടുത്തെ കമ്പനികളിൽ വന്ന് നിക്ഷേപം, അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ നിക്ഷേപം നടത്തി അവരൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് പലപ്പോഴും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയപ്പെടാറുള്ളത്. എന്നാൽ നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സച്ചാസ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസിലൊക്കെ തന്നെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. മീൻസ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഡയറക്ട്ലി അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പലപ്പോഴും ഇൻഡയറക്റ്റ് ആണ്. മീൻസ് ആ കമ്പനികളുടെയൊക്കെ ആണെങ്കിൽ ഷെയറുകളാണ് അവർ അക്വയർ ചെയ്യുന്നത്. ഡയറക്റ്റ് ആ കമ്പനിയുടെ പാർട്ടിസിപ്പേഷൻസ്, മീൻസ് ഡയറക്റ്റ് ആ കമ്പനിയുടെ ഈ പറഞ്ഞ പോലെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പലപ്പോഴും പറയാറുള്ളത്. എന്തായാലും ഇവർക്കൊക്കെ തന്നെ എവിടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും? എസ്പെഷ്യലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ സെബിയിൽ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ആണെങ്കിൽ നിക്ഷേപം നടത്താനായിട്ട് പറ്റുള്ളൂ. സോ എന്തായാലും അത്തരത്തിൽ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇവർക്ക് നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ, പെൻഷൻ ഫണ്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ RBI അവസരം നൽകിയിട്ടുണ്ട്. എനിവേ നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്താണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. then അതേപോലെ ഗ്രീൻ ബോണ്ടുകളെ കുറിച്ചും കാണാൻ സാധിക്കും. ഇനി എന്തിനാണ് ഇന്ത്യ ഇങ്ങനെയുള്ള സോവറിൻ ഗ്രീൻ ബോണ്ടുകൾ ഇറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന ഇന്ത്യയുടെ സോവറിൻ ഗ്രീൻ ബോണ്ടിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് 2022-23 കാരണം നമ്മൾ COP26 സമയത്ത്, COP26 സമയത്ത് നമ്മൾ പ്ലഡ്ജ് ചെയ്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു, ഇന്ത്യ വിൽ ബിക്കം എ കാർബൺ ന്യൂട്രൽ കൺട്രി ബൈ 2070. 2070 ഇന്ത്യ ഒരു കാർബൺ ന്യൂട്രൽ രാജ്യമായിട്ട് മാറും എന്നുള്ളൊരു പ്രഖ്യാപനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് നമുക്ക് നീങ്ങണമെങ്കിൽ ഒരുപാടധികം ഇൻവെസ്റ്റ്മെന്റുകൾ ആവശ്യമാണ്. നമ്മുടെ പല രീതിയിലുള്ള പ്രൊജക്ടുകൾക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ ആവശ്യമാണ്, ബെറ്റർ ടെക്നോളജീസ് ഒക്കെ തന്നെ അക്വയർ ചെയ്യാനായിട്ട്. സോ അത് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഫണ്ട് കണ്ടെത്താനായിട്ട് പറ്റിയെന്ന് വന്നേക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ട് വരുമ്പോഴേക്കും ചെറിയ അളവിൽ ഫണ്ട് ഉള്ളിടത്ത് നമ്മൾ കൂടുതൽ പുൾ ഔട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ പലിശ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുൾ ഔട്ടിന്റെ എമൗണ്ട്, കൂടുതൽ പൈസ കിട്ടാനായിട്ട് വിദേശത്ത് നിന്നൊക്കെ തന്നെയാണല്ലോ നമുക്ക് പൈസ കണ്ടെത്താനായിട്ട് വേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഈ പറഞ്ഞ പോലെ പലിശ ഒന്നും മിതമായിട്ട് കൊടുക്കാണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പലിശയിലൊക്കെ തന്നെ പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിദേശത്ത് നിന്നുള്ള ആൾക്കാർക്കും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഒരുക്കി കൊടുത്തിരിക്കുന്ന കാര്യം ഓർത്തിരിക്കാം. സോ എത്ര എമൗണ്ട് ആണ് മൊബിലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? 16,000 കോടിയാണ് മാർച്ച് 2023 ഇപ്പം കഴിഞ്ഞ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ഉള്ളിൽ നമ്മൾ അക്വയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന 16,000 കോടി രൂപയാണ് ഇതിലൂടെ അക്വയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിലൂടെ കിട്ടുന്ന പൈസയുടെ കൃത്യമായിട്ടും ഏതൊക്കെ പ്രൊജക്ടുകൾക്കാണ് എത്രയൊക്കെയാണ് ഫണ്ട് ചെയ്യുന്നുള്ള ഓരോ വർഷവും ഫിനാൻസ് മിനിസ്ട്രി RBIക്ക് ഡേറ്റ കൊടുക്കണം എന്നുള്ളതും ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ എന്താണ് സോവറിൻ ഗ്രീൻ ബോണ്ട് ചോദിച്ചാൽ, ബോണ്ട് കടം മേടിക്കാനുള്ള സാധനമാണ്.
എൻവയോൺമെന്റ് ഫ്രണ്ട്ലി പ്രോജക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണ് ഗ്രീൻ ബോണ്ടുകൾ. അത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് അതിനെ സോവറിൻ ഗ്രീൻ ബോണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ടും മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്